ഹായ് ഓൾ. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ അനാലിസിസ് വീഡിയോ നമ്മൾ വെള്ളിയാഴ്ചത്തെ മാർക്കറ്റ് എങ്ങനെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞെന്തായിരുന്നു വെച്ചാൽ 24,550 മുതൽ 24,530 ആ ഒരു 20 പോയിന്റ് ഡൗൺ സൈഡ് സപ്പോർട്ട് പറഞ്ഞു. മുകളിൽ 24,650 ലെവലും പോണ്ട്. അതിനിടയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഏത് സൈഡിലേക്കാണ് ബ്രേക്ക് ആവുന്നത് ആ സൈഡിലേക്ക് ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് വന്നിരുന്നു അല്ലേ. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് ഡൗൺ സൈഡിലേക്ക് കിട്ടി. പക്ഷേ ഞാൻ അത്രയും വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചില്ല. ചെറുതായിട്ട് കൺസോൾട്ടേറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നൊരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഞാൻ കോൾ ഓപ്ഷൻ സെല്ലാ ചെയ്തത്, ബൈ ചെയ്തില്ല. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യല്ലേ, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. എങ്കിലും വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഉണ്ടായതുകൊണ്ട് നല്ലൊരു ലാഭം കിട്ടി. ഇല്ലെങ്കിൽ കുറച്ച് ലാഭം കുറേട്ടായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് കുറച്ച് നല്ല ലാഭം കിട്ടിയത്. പക്ഷേ ബൈ ചെയ്തവർക്കൊക്കെ അതിനേക്കാൾ നല്ല ലാഭം കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, എൻ്റെ ഫ്യൂച്ചർ സൈഡ് വേസ് ആയിരുന്നു വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. ഡൗൺ സൈഡൊക്കെ ബ്രേക്ക് ചെയ്ത് വന്നിട്ടാണ്, നമ്മൾ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ട്രേഡ് ചെയ്തത് വെള്ളിയാഴ്ച. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. പിന്നെ നമുക്ക് തിങ്കളാഴ്ചത്തെ ട്രേഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ലെവലുകൾ വെച്ചെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് 24,360 ആ റേഞ്ചിലാണല്ലേ. ഏകദേശം ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഒരു 24,450 500 ആ റേഞ്ചിൽ നിന്ന് നിഫ്റ്റി വീണ്ടും ചിലപ്പോൾ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതായത് ഈ ഡൗൺ സൈഡിലേക്ക് വന്നതിൻ്റെ തൊട്ട് മുകളിലൊരു റേഞ്ച് ഉണ്ട്, കുറച്ചൊന്ന് കൺസോൾട്ടേറ്റ് ആയ ആ റേഞ്ചിനുള്ളിലേക്ക് നിഫ്റ്റി എത്തിയിട്ട് വീണ്ടും ഡൗൺ സൈഡിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഈ ലെവലിലൊക്കെ ഓപ്പൺ ആയാൽ. അല്ല, നിഫ്റ്റി നല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,200 ആണെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട ലെവൽ കാണുന്നത്. അതായത് 24,200 പിന്നീട് 24,000 അതിൻ്റെയും താഴെയുള്ളത്. അത് ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. അത് 24,000 ഉണ്ട്, 24,200 ഉണ്ട്, പിന്നെ 24,420 മുതൽ 450 മുതൽ 500 വരെ, 24,450 മുതൽ 500 വരെയുള്ളൊരു റേഞ്ചുണ്ട്. ഒരു 50 പോയിൻ്റ് റേഞ്ച് ഉണ്ട്. അതായത് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയിട്ട് ആ റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ ഒരു കൺസോൾട്ടേഷനായിട്ട് നിഫ്റ്റി വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് പി സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കണമെങ്കിൽ 24,550 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ മാത്രമേ ഞാൻ സി സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കുന്നുള്ളൂ. അതായത് 24,550, 530, 550 നമ്മൾ ഇന്നലെ ബ്രേക്ക് ചെയ്ത ലെവൽ പറഞ്ഞിരുന്നല്ലോ. അത് ബ്രേക്ക് ചെയ്ത് ഒരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കുന്നുള്ളൂ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ട്രാറ്റജി വെച്ചിട്ട് എടുക്കുള്ളൂ. ബ്ലൈൻഡായിട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നില്ല, സി ബൈ ചെയ്യുന്നില്ല. എന്തെങ്കിലും ലെവൽ വെച്ചിട്ട് ഒന്നെങ്കിലും പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ മെയിനായിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ, കാരണം 24,550 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമേ മുകളിലേക്ക് ട്രേഡ് എടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പുട്ട് സൈഡിലേക്ക് തന്നെയാണ് ട്രേഡ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. പ്രധാനമായിട്ട് നോക്കണം ഇത്രയും ലെവലുകൾ. അപ്പോൾ ഒന്നും കൂടി ലെവലുകൾ പറഞ്ഞുതരാം. 24,000 ഉണ്ട് ഏറ്റവും ഡൗൺ സൈഡിലൊരു സപ്പോർട്ടായിട്ട്. പിന്നെ 24,200 ഉണ്ട് ഒരു ലെവല്. പിന്നെ അതിൻ്റെ മുകളിൽ 24,450 മുതൽ 500 വരെയുള്ള റേഞ്ച് ഉണ്ട്. പിന്നെ 530 മുതൽ 550 വരെ. അതെന്ന് വെച്ചെങ്കിൽ അപ്പ് സൈഡിലേക്ക് എടുക്കാനുള്ള റേഞ്ചാണ്. ആ ലെവലിൽ എത്തിയിട്ട് ബ്രേക്ക് ചെയ്ത് പോയാൽ സി എടുക്കാൻ വേണ്ടി മാത്രമാണ് ആ റേഞ്ച് പറഞ്ഞത്. 24,530 മുതൽ 550 വരെയില്ലേ. ഇത്രയും റേഞ്ചുകളാണല്ലോ ഞാൻ ചാർട്ട് കൊടുക്കാൻ സൈഡിൽ. അപ്പോൾ അത് നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നതാണ്. ഓക്കെ.